നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ഇഫ് എൽസ് പഠിച്ചു, ഇഫ് എൽസ് ലാഡർ പഠിച്ചു, നെസ്റ്റഡ് ഇഫ് പഠിച്ചു അല്ലേ? ഇനി അതുപോലത്തെ വേറൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച്. നമ്മൾ പക്ഷെ എന്തിനാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്? നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നതിലൂടെ കോഡിന്റെ റീഡബിലിറ്റിയും ക്ലാരിറ്റിയും വർദ്ധിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വെച്ചൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. Write a C++ program to check the job availability based on the user's age. അതായത് ഒരു യൂസറുടെ ഏജിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ജോബ് അവൈലബിലിറ്റി എന്താണെന്ന് പറയാണ്. അതായത് 18 വയസ്സിന് താഴെയാണെങ്കിൽ, ഏജ് ലെസ് ദാൻ 18 ആണെങ്കിൽ അയാൾക്ക് ജോലി ഇല്ല, ജോബ് ഈസ് നോട്ട് അവൈലബിൾ ആണ്. അടുത്ത എന്താണ്? ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആൻഡ് ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 54. അതായത് 18 കൂടുതലോ 54 കുറവോ ആണെങ്കിൽ അയാൾക്ക് ജോലി അവൈലബിൾ ആണ്. ഇനി 55 കൂടുതലോ 57 കുറവാണെങ്കിൽ എന്താണ്? ജോലി അവൈലബിൾ ആണ്, പക്ഷെ റിട്ടയർമെന്റ് തൊട്ടടുത്താണ്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അതായത് ഏജ് ഗ്രേറ്റർ ദാൻ 57 ആണെങ്കിൽ റിട്ടയർമെന്റ് സൂൺ. റിട്ടയർമെന്റ് സൂൺ അല്ല, റിട്ടയർമെന്റ് ടൈം ആണ്. ഓക്കെ, റിട്ടയർമെന്റ് ടൈം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കി നോക്കാം. നമുക്ക് എന്താ വേണ്ടത്? നമുക്കറിയാം ഏജ് എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ടൈപ്പ് വാല്യൂ ആണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഏജ് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ വേണം. അത് എന്ത് ടൈപ്പാണ്? ഇന്റ് ടൈപ്പാണ്. അപ്പൊ ഇന്റ് ഏജ് എന്നാണ് പേര് കൊടുക്കുന്നത്. നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ യൂസറിനോട് പറയാണ്. എന്താ യൂസറിനോട് പറയാ? ഏജ് എൻ്റർ ചെയ്യണമെന്ന് പറയണം. അതെങ്ങനെ നമ്മൾ ചെയ്യാം? നമുക്കറിയാം സി ഔട്ടില് യൂസറിനോട് എൻ്റർ യുവർ ഏജ് എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ? ഇത് കഴിഞ്ഞിട്ട് യൂസർ എൻ്റർ ചെയ്യുന്ന ഏജ് നമുക്ക് ഏജ് പറഞ്ഞ വാരിയബിളിലോട്ട് സേവ് ചെയ്യണം. അതിന് നമ്മൾ എന്താ ഉപയോഗിക്കുക? സീൻ ഉപയോഗിക്കും. ഓക്കെ, സീനിൽ ഏതാണ് വാരിയബിൾ? ഏജ് പറഞ്ഞ വാരിയബിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമ്മൾ ഇഫ് എൽസ് ഉപയോഗിക്കാൻ പോകണം. ഓക്കെ, നമ്മളപ്പോ ഇഫ് ബ്ലോക്ക് എഴുതുകയാണ്. ഇഫ് എന്താണ് നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ? ഏജ് 18 കുറവാണെങ്കിൽ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? ഏജ് ലെസ് ദാൻ 18 ആണെങ്കിൽ എന്ത് വേണം? ജോബ് ഈസ് നോട്ട് അവൈലബിൾ ആണ്. അപ്പൊ സി ഔട്ടില് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യണം? ജോബ് ഈസ് നോട്ട് അവൈലബിൾ എന്നുള്ളത്. ഞാൻ തൽക്കാലം ഒന്ന് കോപ്പി ചെയ്യാണ്, അത് ഡബിൾ കോട്സിനുള്ളിൽ പേസ്റ്റ് ചെയ്തു. ജോബ് ഈസ് നോട്ട് അവൈലബിൾ എന്ന് കൊടുത്തു, സെമിക്കോളം കൊടുത്തു. ഓക്കെ, അടുത്ത നമുക്ക് എന്താ വേണ്ടത്? അടുത്ത നമ്മൾ എൽസ് ഇഫ് കൊടുക്കാൻ പോകണം അല്ലെ? അതായത് ഫസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 54 ആണെങ്കിൽ ജോബ് അവൈലബിൾ ആണ് ടൈപ്പ് ചെയ്യണം അല്ലെ? അപ്പൊ നമ്മളെ കണ്ടീഷൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് 18 കൂടുതലോ ആണെങ്കിലും ആൻഡ് എന്താ ഉപയോഗിക്കുന്നത്? ഈ ലെഫ്റ്റിൽ എഴുതിയിട്ടുള്ള കണ്ടീഷനും റൈറ്റിൽ എഴുതിയിട്ടുള്ള കണ്ടീഷനും വർക്ക് ആവണമെങ്കിൽ മാത്രം ഇതിൽ തന്നെയാണ് നമ്മൾ ആൻഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 54. എന്താണ് പ്രിന്റ് ആവേണ്ടത്? സി ഔട്ടില് ജോബ് ഈസ് അവൈലബിൾ എന്ന് പ്രിന്റ് ആവണം അല്ലെ? ജോബ് ഈസ് അവൈലബിൾ എന്ന് പ്രിന്റ് ആവണം. ഓക്കെ, പക്ഷെ നമുക്ക് ശരിക്ക് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കാരണം എന്താണ്? നമ്മുടെ മുന്നത്തെ കണ്ടീഷൻ എന്താണ്? ഏജ് ലെസ് ദാൻ 18 എന്നാണ്. അപ്പൊ ആ കണ്ടീഷൻ ട്രൂ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ കണ്ടീഷനിലോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആ കണ്ടീഷൻ ട്രൂ അല്ല എന്നതിന്റെ അർത്ഥം ഏജ് ലെസ് ദാൻ ഈക്വൽ ടു 18 അല്ല. സോ ഒബ്വിയസ്ലി അത് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആവും. അപ്പൊ നമുക്ക് ഈ ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 8 എന്ന കണ്ടീഷൻ കളയാം. അതുകൊണ്ട് നമുക്ക് ആൻഡും കളയാൻ പറ്റും. നമ്മുടെ അടുത്ത കണ്ടീഷൻ എന്താണ്? നമ്മുടെ അടുത്ത കണ്ടീഷൻ എൽസ് ഇഫില് ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 55 ആണോ ലെസ് ദാൻ ഈക്വൽ 57 ആണോ നോക്കുകയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 55 ആണോ നോക്കണോ? വേണ്ട. കാരണം എന്താണ്? മുന്നത്തെ കണ്ടീഷനിൽ 54 താഴെ അല്ലാത്തത് കൊണ്ട് അത് ഒബ്വിയസ്ലി എന്തായിരിക്കും? 54 മുകളിലായിരിക്കും. അതായത് ഈക്വൽ ടു 55 ഓർ എബോവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഈ എൽസ് ഇഫ് ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 57 എന്ന് കൊടുത്താൽ മതി അല്ലെ? അതിനുള്ള നമ്മൾ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? സി ഔട്ടില് ജോബ് ഈസ് അവൈലബിൾ ബട്ട് റിട്ടയർമെന്റ് സൂൺ. ഓക്കെ, ഇവിടെ ഇൻസേർഷൻ ഓപ്പറേറ്റർ കൊടുത്തില്ല. ജോബ് ഈസ് അവൈലബിൾ റിട്ടയർമെന്റ് സൂൺ. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? അടുത്തത് എൽസിൽ നമുക്ക് എന്താ കൊടുക്കേണ്ടത്? എൽസിൽ കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ബാക്കി ഏത് അവസ്ഥയാണെങ്കിലും നമുക്ക് എന്താ വേണ്ടത്? റിട്ടയർമെന്റ് ടൈം ആണ് ടൈപ്പ് ചെയ്താൽ മതി. അതായത് ലെസ് ദാൻ ഈക്വൽ 57 അല്ലാത്ത ഏത് അവസ്ഥയും 57 മുകളിലുള്ള ഏത് ഏജ് ആണെങ്കിലും 60 ആണെങ്കിലും 90 ആണെങ്കിലും 100 ആണെങ്കിലും 110 ആണെങ്കിലും എൽസിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ് കൊടുക്കാൻ പോകുന്നത്? സി ഔട്ടില് റിട്ടയർമെന്റ് ടൈം എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം.
എന്താ പറയുന്നത്, എന്റർ യുവർ ഏജ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് റാൻഡം ആയിട്ട് ഒരു 78 അടിച്ചു. അപ്പൊ എന്താ ഔട്ട്പുട്ട് വരിക? റിട്ടയർമെന്റ് ടൈം എന്ന് വന്നു. ഇനി നമുക്ക് വേറെ ഒന്നും കൂടെ നോക്കി നോക്കാം. നമ്മളിപ്പോ 10 എന്ന് അടിച്ച്. അപ്പൊ എന്താ വന്നേ? ജോബ് ഈസ് നോട്ട് അവൈലബിൾ. ശരിയാണ്, 10 ആയതുകൊണ്ട് 10 താഴെയാണ്, ജോലി കിട്ടില്ല. നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. ഞാൻ 35 അടിച്ചു. 35 എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ജോബ് ഈസ് അവൈലബിൾ എന്ന് പറയുന്ന സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് ഉള്ളിലാണ് വരുന്നത്. അതായത് ഈ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് ഉള്ളതിലാണ് അത് വരുന്നത്. ഈ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് ഉള്ളതിലാണ് അത് വരുന്നത്. അതുകൊണ്ട് ജോബ് അവൈലബിൾ ആണെന്നുള്ളത് വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത പ്രോഗ്രാം കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് നെസ്റ്റഡ് ഇഫിനെ പറ്റി, നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിന് ചെറിയൊരു മാറ്റം വരുത്തി ചെയ്ത് കാണിക്കുകയാണ്. ഈ നെസ്റ്റഡ് ഇഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സമയം ലാഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞില്ല. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു രീതിയിലും കൊണ്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് 18 അതിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്കും 57 57 കുറവ് പ്രായമുള്ള ആൾക്കാർക്കും ജോലി അവൈലബിൾ ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ വ്യത്യാസം വരുന്നത് എന്താണ്? അതില് 55, 56, 57 എന്നീ പ്രായമുള്ള ആൾക്കാർക്ക് ജോബ് ഈസ് അവൈലബിളിന്റെ കൂടെ എന്ത് വരണം? ബട്ട് റിട്ടയർമെന്റ് സൂൺ എന്നും കൂടെ വരണം, അല്ലേ? എങ്ങനെ കുറച്ച് മാറ്റം വരുത്തി ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഞാനിപ്പോ പറയാണ് ഏജ് ലെസ് ദൻ ഈക്വൽ ടു 57 ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് 18 കൂടുതലും 57 കുറവുള്ള ആൾക്കാർക്ക് ജോബ് ഈസ് അവൈലബിൾ ആണെന്ന് പറയാണ്. എന്നിട്ട് ഈ താഴത്തെ ഇഫ് എൽസ് ബ്ലോക്ക് ഞാൻ റിമൂവ് ചെയ്യാണ്. ഇപ്പൊ ഇതിൽ എന്താ ഉണ്ടാവുന്നത്? 18 കുറവും 57 കുറവുള്ള എല്ലാ ആൾക്കാർക്കും ജോബ് ഈസ് അവൈലബിൾ എന്ന് പ്രിന്റ് ആവും, അല്ലേ? എന്നാൽ അതിൽ ചെറിയൊരു മാറ്റം വരുത്തണം. എന്താണ്? 55, 56, 57 എന്നീ പ്രായമുള്ള ആൾക്കാർക്ക് ബട്ട് റിട്ടയർമെന്റ് സൂൺ പ്രിന്റ് ചെയ്യണം, അല്ലേ? ഇപ്പൊ എന്താ ഉണ്ടായത്? എൽസിഫില് ഏജ് ലെസ് ദൻ ഈക്വൽ ടു 57ഉം 18 മുകളിലുള്ള ആൾക്കാർക്ക് ജോബ് ഈസ് അവൈലബിൾ എന്ന് പ്രിന്റ് ചെയ്തു. ഓക്കെ, അതിൽ തന്നെ അതിന്റെ ഉള്ളിൽ ഏജ് 55, 56, 57 ആണെങ്കിൽ എന്ത് വേണം? ബട്ട് റിട്ടയർമെന്റ് സൂൺ. അതായത് ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 55ഉം ഏജ് ലെസ് ദാൻ ഈക്വൽ 57 ആകുമ്പോൾ ഏതൊക്കെയാണ് വരിക? 55, 56, 57. അവർക്ക് എന്ത് വേണം? ജോബ് ഈസ് അവൈലബിൾ എന്ന് വേണം. അതിന്റെ കൂടെ ബട്ട് റിട്ടയർമെന്റ് സൂൺ എന്നും കൂടെ വേണം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ ഏജ് കൊടുക്കാൻ പോകുന്നത് 56 ആണ്. കറക്റ്റ് ആണ്. ജോബ് ഈസ് അവൈലബിൾ ബട്ട് റിട്ടയർമെന്റ് സൂൺ എന്ന് പ്രിന്റ് ആയിരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായി വിചാരിക്കുകയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ 1 എൻ്റർ ചെയ്താൽ മൺഡേ ആയിരിക്കണം, 2 എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ ആയിരിക്കണം, അങ്ങനെ 7 എൻ്റർ ചെയ്താൽ സൺഡേ എന്ന് വരുന്നവരെ ആയിരിക്കണം നമ്മുടെ പ്രോഗ്രാം. പിന്നെ ഒരെണ്ണം കൂടെ പറയുന്നുണ്ട്, 1ന്റെയും 7ന്റെയും അല്ലാത്തത് എന്തെങ്കിലും ആണ് ഇൻപുട്ട് എങ്കിൽ ഇൻവാലിഡ് ഡേ നമ്പർ എന്ന് പ്രിന്റ് ചെയ്യണം. അതായത് വല്ല 14ഓ 32ഓ എന്തും 1ന്റെയും 7ന്റെയും ഉള്ളിലല്ലാത്ത എന്ത് വന്നാലും ഇൻവാലിഡ് ഡേ നമ്പർ എന്ന് പ്രിന്റ് ചെയ്യും വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാം? നമ്മൾ ഇൻപുട്ട് ആയിട്ട് വാങ്ങാൻ പോകുന്നത് ഒരു നമ്പർ ആണ്, 1 മുതൽ 7 വരെ നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇന്നുള്ള ഡേറ്റ ടൈപ്പില് ഡേ നമ്പർ എന്ന് പറഞ്ഞൊരു വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി നമ്മള് സി ഔട്ടില് യൂസറോട് എന്താ പറയേണ്ടത്? സി ഔട്ടില് നമ്മൾ പറയാണ് എന്റർ ദ ഡേ നമ്പർ. ഓക്കെ, നമ്മൾ യൂസറിനോട് എന്റർ ദ ഡേ നമ്പർ എന്ന് പറഞ്ഞു. യൂസർ എൻ്റർ ചെയ്യണ ഡേ നമ്പർ നമുക്ക് എന്ത് ചെയ്യണം? സീന് വഴി ഡേ നമ്പർ എന്ന് പറയുന്ന വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി നമ്മള് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിനെ പറ്റി പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റുക? ആദ്യം നമ്മൾ സ്വിച്ച് എന്ന് എഴുതും. എന്നിട്ട് ഏത് വാരിയബിളിലേക്കാണോ നിങ്ങൾ ഇൻപുട്ട് സ്റ്റോർ ചെയ്യുന്നത് ആ വാരിയബിൾ നമ്മൾ കൊടുക്കണം. ഏത് വാരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ ഡേ നമ്പർ എന്ന് പറയുന്ന വാരിയബിളിലേക്കാണ് യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പർ സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? സ്വിച്ചിന്റെ അകത്ത് ഡേ നമ്പർ എന്ന് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ബ്രേസ് ഓപ്പൺ ആക്കണം. എന്നിട്ട് നമുക്ക് ഓരോ തരത്തിലുള്ള കേസ് ഉണ്ടായിരിക്കും. അതായത് കേസിന് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുക്കേണ്ട എന്താണ്? 1 എന്നാണ് കൊടുക്കേണ്ടത്. കാരണം എന്താ? നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇന്റിജർ ആയിട്ടുള്ള 1 ആണ്. അതായത് 1 മുതൽ 7 വരെ ഉള്ളതാണ്. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് കേസ് 1 ആണ്. ഇനി ഞാൻ ഇന്റ് ഡേ നമ്പറിന് പകരം ഒരു ഒരു എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണ് ഞാൻ വാങ്ങിയിരുന്നെങ്കിലോ നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ട് കേസ് എന്ന് പറയുന്നത് കേസ് എ എന്നാവും. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മുടെ കേസ് പറയുന്നത് എന്താണ്? ഇന്റിജർ ആയിട്ടുള്ള 1 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് കോളൻ ഇടണം. സെമി കോളൻ അല്ല കോളം. അത് സെമി കോളൻ ഇടുന്നതിന്റെ ഷിഫ്റ്റ് പ്രസ് അമർത്തിയാൽ മതി, അപ്പൊ കോളം വരും. ഓക്കെ, നമ്മൾ കേസ് 1 ടൈപ്പ് ചെയ്ത് ഇതുപോലെ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ചെയ്യണം? നമുക്ക് കേസ് 7 വരെ ടൈപ്പ് ചെയ്യണം, അല്ലേ?
നമ്മൾ കേസ് 7 വരെ ഞാൻ ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കേസ് 7 വരെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി കേസ് 1 ആണെങ്കിൽ നമുക്ക് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? നമുക്ക് സി ഔട്ടില് എന്ത് പ്രിന്റ് ചെയ്യണം? മൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം അല്ലേ? അത് കഴിഞ്ഞ് കേസ് 2 ആണെങ്കിലോ, കേസ് 2 എന്റർ അമർത്തുക, ഒരു ടാബ് അമർത്തി കഴിഞ്ഞാൽ നേരെ കേസ് 2 അടിയിൽ വരും. ഓക്കെ, കേസ് 2 നമുക്ക് എന്താ വേണ്ടത്? സി ഔട്ടില് ട്യൂസ്ഡേ എന്ന് വേണം. ഇങ്ങനെ നമുക്ക് ഏത് വരെ വേണം? നമുക്ക് സൺഡേ വരെ വേണം. സൺഡേ വരെ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ റൺ കൊടുത്തു. തൊട്ടടുത്ത് എൻ്റർ ദ ഡേ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഡേ നമ്പർ 4 എൻ്റർ ചെയ്തു. 4 എൻ്റർ ചെയ്തപ്പോ എന്തുണ്ടായേ? തേഴ്സ്ഡേ എന്ന് വന്നു അല്ലേ? പക്ഷെ തേഴ്സ്ഡേ മാത്രമാണോ വന്നത്? അല്ല, തേഴ്സ്ഡേയുടെ കൂടെ ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേയും വന്നു. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? തേഴ്സ്ഡേ മാത്രമാണ്. അപ്പൊ നമ്മൾ കൊടുത്ത കേസ് നമ്പർ അനുസരിച്ച് അതിലോട്ട് പോകുന്നുണ്ട് അല്ലെ? 4 എന്ന് കൊടുത്തതുകൊണ്ട് ഈ തേഴ്സ്ഡേ എന്നുള്ള ഈ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതെന്താ? അത് മാത്രമല്ല പ്രിന്റ് ആവുന്നത്, അതിനുശേഷമുള്ള എല്ലാ കേസസും പ്രിന്റ് ആവുന്നുണ്ട്. നമുക്കിപ്പോ എന്താ വേണ്ടത്? നമുക്ക് തേഴ്സ്ഡേ എന്നുള്ള കേസിൽ എത്തിക്കഴിഞ്ഞാൽ അത് പ്രിന്റ് ആയതിനു ശേഷം അവിടുന്ന് ബ്രേക്ക് ചെയ്യണം, അവിടുന്ന് പുറത്തോട്ട് പോകണം അല്ലെ? അതിന് നമ്മൾ എന്താ ചെയ്യാ? അതിന് CPP-യില് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. അതായത് ബ്രേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? തേഴ്സ്ഡേ എന്ന് പ്രിന്റ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഡേയ്സ് ഒന്നും പ്രിന്റ് ആവില്ല. നമുക്ക് വേണ്ടത് മാത്രമേ പ്രിന്റ് ആവുള്ളൂ. നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. ഞാൻ ഇപ്പൊ ഒന്നുകൂടെ റൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മള് കേസ് നമ്പർ കൊടുക്കുകയാണ്. ഞാൻ ഇപ്പൊ നേരത്തെ കൊടുത്ത പോലെ 4 കൊടുത്തു. 4 കൊടുത്തപ്പോ എനിക്ക് തേഴ്സ്ഡേ മാത്രമാണ് വന്നത്. നമ്മളിപ്പോ ഇത് എല്ലാം ശരിയായെന്ന് അറിയാൻ വേണ്ടി റാൻഡം ആയിട്ട് ഒരു നമ്പർ കൊടുക്കണം. 1 കൊടുത്തു, ശരിയാണ്. 7 കൊടുത്തു, സൺഡേ ശരിയാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ഏകദേശം സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മൊത്തമായോ? ഇല്ല. നമ്മൾ ഏതുവരെയാണ് ചെയ്തത്? നമ്മൾ 1 മുതൽ 7 വരെ കൊടുക്കുന്നതാണ് ചെയ്തത്. ഇനി എന്തുണ്ട്? ഇഫ് ദ ഇൻപുട്ട് ഈസ് നോട്ട് ബിറ്റ്വീൻ 1 and 7 പ്രിന്റ് ഇൻവാലിഡ് ഡേ നമ്പർ. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 1-ന്റെയും 7-ന്റെയും ഇടയിൽ അല്ലെങ്കിൽ എന്ത് പ്രിന്റ് ആവണം? ഇൻവാലിഡ് ഡേ നമ്പർ പ്രിന്റ് ആവണം. ഓക്കെ, അതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുക? അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡിഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡിഫോൾട്ട് ഉപയോഗിച്ചു. എന്നിട്ട് സി ഔട്ടിൽ എന്തെഴുതി? ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ എഴുതേണ്ടതെന്ന്. ഡിഫോൾട്ടിൽ നമ്മള് ഇൻവാലിഡ് ഡേ നമ്പർ എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് നമ്മള് ബ്രേക്ക് കൊടുത്തു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാനിപ്പോ 29 കൊടുത്തു. ഇൻവാലിഡ് ഡേ നമ്പർ പ്രിന്റ് ആയി. ഓക്കെ, ഞാൻ 1-ന്റെയും 7-ന്റെയും ഉള്ളല്ലാത്ത എന്ത് കൊടുത്താലും എനിക്ക് എന്താ കിട്ടുക? ഇൻവാലിഡ് ഡേ നമ്പർ എന്നാണ് കിട്ടുക. നിങ്ങൾക്ക് അപ്പോ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.